ഈ അൻവറിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസ് ആണോ തടസ്സം? അല്ല, മുന്നണിയിലെടുക്കാൻ അപേക്ഷ തന്ന ഒരുപാട് ആളുകളുണ്ട്. അൻവർ മാത്രമല്ല, നിരവധി പാർട്ടികളുണ്ട് കേരളത്തിൽ. ആ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പരിശോധിക്കും എന്നാണ് UDF തീരുമാനം. UDFിനെ സംബന്ധിച്ചിടത്തോളം യുക്തമായ തീരുമാനം അതാതിൻ്റെ സമയത്ത് എടുക്കാൻ മുന്നണിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തെ യോജിപ്പിച്ച് പോവേണ്ടതല്ലേ, കൂട്ടിയിണക്കേണ്ടതല്ലേ? അല്ല, അത് നിങ്ങളോട് പറയേണ്ടതല്ലോ. അത് മുന്നണി യോഗത്തിലും പാർട്ടി തീരുമാനം പറയേണ്ടടുത്തല്ലേ പറയേണ്ടത്. UDFിന് നല്ലതല്ലേ, കുറെ കൂടി അദ്ദേഹത്തിന് ഒരു സ്ട്രോങ് ഹോൾഡായ ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പരിഗണിക്കാം. അല്ല, ഈ സമസ്തയിലെ ഭിന്നത ഏതെങ്കിലും അർത്ഥത്തിൽ UDFിന്റെ വിജയ സാധ്യതകളെ ബാധിക്കും? അല്ല, നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളല്ലേ പറയുന്നത്. മതസംഘടനകളെ നമ്മൾ ഇതിലേക്ക് വലിച്ചേക്കണ്ടല്ലോ. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും മതപ്രബോധന രംഗത്തുള്ള പ്രവർത്തനങ്ങളും ധാരാളമുണ്ട്. സമസ്തക്കാണെങ്കിൽ ഇപ്പോൾ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ തിരക്കുമാണ്. അവർ നമ്മൾ രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവരില്ല. ഭിന്നത പൂർണ്ണമായി പരിഹരിക്കാൻ ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞു ഭിന്നത ഉണ്ടെന്ന്? ഇല്ല. ഉണ്ടോ? അല്ല, നിങ്ങൾ തീരുമാനം പറയുക എന്ന് ഏറ്റവും എന്നോട് ചോദിക്കുക. അത് പറ്റുമോ? നിങ്ങൾ തന്നെ അതിലൊരു ഉറപ്പിലെത്ത്. അപ്പോൾ പിന്നെ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം ശബരിമല തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം. ശബരിമലയല്ല, ദൈവത്തെ മോഷ്ടിച്ചാണ്. ഇനി എന്താ മോഷ്ടിക്കാൻ കഴിയുക അവർക്ക്? ഇനി എന്താ മോഷ്ടിക്കാനുള്ളത്? ദൈവത്തുമ്മ പോയിട്ടാണ് കളിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തി മാത്രമേ ഇനിയുടെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇവരൊക്കെ വിശ്വസിച്ച് എവിടെയെങ്കിലും ചില നമ്മളെ പള്ളി കമ്മിറ്റികളിലൊക്കെ ചില സഖാക്കളുണ്ട്. ഞങ്ങൾ ഭയപ്പെടാണ്. ആ പള്ളിയിലെ താഴികക്കുടവും മെമ്പറൊക്കെ എടുത്തു കൊണ്ടുപോയി ഈ സഖാക്കൾ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് കൈവക്കാൻ മടിക്കുന്ന ഒരു സ്ഥലവുമില്ല. എന്താ സംശയ കാര്യത്തിൽ? ജനങ്ങൾ മുഴുവൻ വെറുത്തൊരു ഭരണകൂടമാണ്. 10 കൊല്ലമായിട്ട് അവർ അനുഭവിക്കുക. ഇനിയും ഒരു 5 കൊല്ലം കൂടി അവരെ ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് അപമാനം. സെമി ഫൈനൽ വിജയിക്കും, ഒരു സംശയമില്ല. ഈസി വാക്ക് ഓവർ ആയിരിക്കും.